ഇനി നീ ശ്രദ്ധിക്കണം മോളെ. ഇങ്ങനെ കുറേശ്ശെയായി വീട്ടിന്റെ ഉത്തരവാദിത്വങ്ങൾ നീ ഏറ്റെടുക്കണം. മനസ്സിലായോ? ശരിയമ്മേ. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാനെന്താ ചെയ്തത്? നന്നായി ജീവിക്കേണ്ട ഒരു കുട്ടിയുടെ ജീവിതം തകർക്കുകയല്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് നിങ്ങളുടെ മകളുടെ ജീവിതം നഷ്ടപ്പെടാൻ കാരണം എന്താണെന്നോ? നിങ്ങൾ നൽകുന്ന ഉപദേശമാണ്. തെറ്റായ ഉപദേശമാണ്. ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ശരിയായ ഉപദേശം നൽകി അവരെ നല്ല വഴിക്ക് നയിക്കുന്നതാണ് നിങ്ങളുടെ കടമ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നേ ദിവസം അമ്മയുടെ തെറ്റായ ഉപദേശം എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നാം കാണാൻ പോകുന്നത്. ഇന്ന് സമൂഹത്തിൽ അനേകം കുടുംബങ്ങൾ തകർന്നു പോകാൻ മാതാപിതാക്കളാണ് പ്രധാന കാരണമായിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലെ മരുമകളായി കഴിയുമ്പോൾ ആ വീട്ടിലെ ഒരു മകളാണ് അവൾ എന്നുള്ള കാര്യം പേരൻസ് ആലോചിക്കണം. ദിവസവും അവൾക്ക് ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട് എന്ന പേരിൽ കുടുംബ സമാധാനം തന്നെ ഇല്ലാതാക്കുകയാണ്. മരുമകനെ കൈക്കുള്ളിലാക്കണം, അമ്മായിയമ്മയെ അടക്കി നിർത്ത്, ശമ്പളം നീ തന്നെ വാങ്ങിച്ചോളണം, വീട്ടുകാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം എന്നൊക്കെ കൊടുക്കുന്ന തെറ്റായ ഉപദേശങ്ങൾ കാരണം കുടുംബം വേർപിരിയാൻ അത് കാരണമാകുന്നു. അങ്ങനെയുള്ള അമ്മമാർ ഇന്ന് മാനസാന്തരപ്പെടണം. നിങ്ങളുടെ മകൾക്ക് നല്ല രീതിയിൽ ജീവിതം നയിക്കാനുള്ള ഉപദേശം നൽകിയാൽ മാത്രം മതി. ദയവ് ചെയ്ത് ആ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കരുത്. ഇന്ന് ഇങ്ങനെയുള്ള മനോവിഷമത്തോടുകൂടി വേർപിരിഞ്ഞിരിക്കുന്ന കുടുംബത്തിനായാണ് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇപ്പോൾ നാം എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജ്യോതി ചേച്ചി എന്ന നാടകം. ഹലോ, നിന്റെ അമ്മായിയമ്മയാ? അമ്മേ, അമ്മയ്ക്ക് സുഖമാണോ? എങ്ങനെ നന്നായിരിക്കും. എന്റെ മകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെ നന്നായിരിക്കും? അമ്മ എന്തായി പറയുന്നത്? സുധ ഇപ്പൊ അമ്മയുടെ അടുത്താണോ? സുധ ഇവിടെ എന്റെ അടുത്തുണ്ട്. ഇനി അവൾ അങ്ങോട്ട് വരില്ല. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഉണ്ടായത്? അമ്മക്ക് ഫോണൊന്നും കൊടുത്തേ. നിന്റെ ഭർത്താവാ നിന്നോട് സംസാരിക്കണമെന്ന്. നിനക്ക് എന്താ പറ്റിയത് സുധ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇനി എന്താവാനാ? എനിക്ക് ആ വീട്ടില് വല്ല ബഹുമാനം ഉണ്ടോ? നിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നീ ഇപ്പൊ എന്തിനാ നിന്റെ വീട്ടിലേക്ക് പോയത്? ഓഹോ, എന്റെ അമ്മയുടെ വീട്ടിൽ വരാൻ പോലും എനിക്ക് അവകാശമില്ലല്ലേ? നിനക്ക് എല്ലാ അവകാശവും ഉണ്ട്. നീ ദയവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വാ. ശമ്പളം കവർ ചോദിക്കേ. അപ്പൊ ശമ്പളത്തിന്റെ കാര്യോ? ആദ്യമേ നീ വീട്ടിലേക്ക് തിരിച്ചു വാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളൊക്കെ പിടിവാശി ഉണ്ടാവണം. അപ്പോഴേ നിന്റെ പിടിയിൽ നിൽക്കും. അതെ അമ്മേ, അമ്മ പറയുന്നതാ ശരി. ഇനി അമ്മ നോക്കിക്കോ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നെന്ന്. ചെയ്യ്. എന്താടാ ഇന്നെന്താ വേഗം വന്നത്? ചെറിയൊരു തലവേദന, അതാ ഞാൻ ലീവ് എടുത്ത് വന്നത്. എന്നാ ഞാനൊരു കാപ്പി ഉണ്ടാക്കി തരട്ടെ? എനിക്കിപ്പോ ഒന്നും വേണ്ട അമ്മേ. ശരി മോനെ, നീ പോയി റെസ്റ്റ് എടുത്തോ. അമ്മേ. എന്താ മോനെ? ഞാൻ അമ്മയുടെ കയ്യില് എനിക്ക് കിട്ടിയ ശമ്പളം തന്നില്ലായിരുന്നോ? തന്നു. അതെനിക്ക് തിരിച്ചു വേണം. എന്താ മോനെ?
എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അല്ലമ്മേ, സുധ ആ? അവളുടെ കയ്യില് ശമ്പളം കൊടുക്കണമെന്ന് അവള് പറഞ്ഞു. എന്താണ് ഇത് പുതിയ ശീലങ്ങളൊക്കെ? ഇനി എല്ലാം പുതിയതായിരിക്കും. എന്താ ഇത്? ഇവള് സംസാരിക്കുന്നത് അധികാരത്തോടെയാണല്ലോ. എന്തേ, നിങ്ങൾക്ക് മാത്രമേ അധികാരം കാണിക്കാൻ പാടുള്ളൂ? സുധ, നീ ഒന്ന് സമാധാനിക്കേ. ഇവളോട് എന്തിനാ തട്ടിക്കയറുന്നേ? ഞാൻ അവളോട് ഒച്ച ഉയർത്തി വല്ലതും പറഞ്ഞോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നേ? ഏട്ടാ, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അമ്മ, ആ ശമ്പളത്തിന്റെ കവറ് ഇതാ മോനെ. എന്നാ നിന്റെ അച്ഛൻ മരിച്ചപ്പോ തന്നെ ഞാനും മരിക്കണമായിരുന്നു. നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി ആളാക്കിയില്ലേ? എന്നെ പറഞ്ഞാ മതി. അമ്മ, അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇവനെ വളർത്തിയത്. ഇന്ന് അവളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. ഇവന് വേണ്ടി ഞാൻ എന്തൊക്കെ സഹിച്ചത്. ഭാര്യയുടെ വാക്ക് കേട്ട് അമ്മയെ അപമാനിച്ചിരിക്കുന്നു. ഇനി നീ ശ്രദ്ധിക്കണം മോളെ. ഇങ്ങനെ കുറേശ്ശെയായി വീട്ടിന്റെ ഉത്തരവാദിത്വങ്ങൾ നീ ഏറ്റെടുക്കണം. മനസ്സിലായോ? ശരിയമ്മേ. നിങ്ങളുടെ അമ്മയെ ഒട്ടും ശരിയല്ല. എന്താ അമ്മ എന്താ ചെയ്തത്? ഞാൻ എന്തു ചെയ്താലും അതിലെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അതൊക്കെ സാധാരണ നടക്കുന്ന കാര്യമല്ലേ? ഞാൻ ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ച ഒളിഞ്ഞു നിന്ന് കേൾക്കുക. സമാധാനത്തോടെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരോട് മുഴുവൻ എന്നെ കുറിച്ച് മോശമായിട്ട് പറയുക. എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ ഇരുന്നോ. ബാധിക്കപ്പെടുന്നത് ഞാനല്ലേ? ഗണേഷ്, ഗണേഷ്, ഞാൻ പറഞ്ഞില്ലേ ഒളിഞ്ഞു നിന്ന് വാതിൽ തുറക്കും കേൾക്കുമെന്ന്. മോനെ. ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ. ഗണേഷ്, അമ്മ എന്തായി കാണിക്കുന്ന? അമ്മേ, പ്രായം കൂടിക്കൂടി വരുമ്പോ ബോധം തീരെ ഇല്ലാതാകുവാണോ? ഞാൻ എന്താ ചെയ്തത് മോനെ? ഉം. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് ഒളിച്ചിരുന്ന് കേൾക്കുവാണോ? അതൊക്കെ തെറ്റല്ലേ? ഞാൻ ഒളിച്ചു കേട്ടില്ല. നിന്നെ വിളിക്കാനാ ഞാൻ വാതിലിൽ മുട്ടിയത്. വെറുതെ ഓരോന്ന് പറയണ്ടമ്മേ. ഞങ്ങൾക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഗണേഷ്, അമ്മ ഒന്ന് പോയേ. അത് നന്നായിരുന്നല്ലേ? അതെ അതെ ഏട്ടാ. ആ. ഞാനിവൻ എങ്ങനെയൊക്കെ വളർത്തിയതാ. ഇപ്പൊ ഭാര്യ പറയുന്നത് കേട്ട് എന്നെ അപമാനിക്കുന്നല്ലോ.
എന്താ മീനാക്ഷി ചേച്ചി, എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കുന്നു ജ്യോതി. എങ്ങോട്ടാ പോകുന്നേ? ഒരാളെ കാണാൻ വേണ്ടി പോകണമായിരുന്നു, അങ്ങോട്ട് ഇറങ്ങിയതാ. ഓ അതെയോ. എന്താ ചേച്ചി, സുധയുടെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നമായെന്ന് കേട്ടല്ലോ. അതെ ജ്യോതി, ഞാൻ എന്ത് പറയാനാ. നല്ല കുടുംബമെന്ന് കരുതിയാ കെട്ടിച്ചയച്ചത്. ഇപ്പോ നല്ല കുടുംബം അല്ലെന്നോ മറ്റോ തോന്നുന്നുണ്ടോ? മരുമകൻ നല്ലവനാ, പക്ഷെ അവന്റെ അമ്മയുണ്ടല്ലോ, അയ്യോ മഹാമോശമാ. നിങ്ങളെക്കാളും ആണോ? ഉം, ഉം, ഉം. അല്ല, ഇപ്പൊ എങ്ങോട്ടായി ഇറങ്ങിയിരിക്കുന്നേ? മകളെ കാണാൻ പോവാ. എന്തിന്? പൊണ്ണെ കാണാൻ പോവാൻ കാരണം വേണോ ജ്യോതി? മോള് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കാരണമൊന്നും വേണമെന്നില്ല, പക്ഷെ അവള് ഭർത്താവിന്റെ വീട്ടിലല്ലേ. അതുപോട്ടെ, ഞാനൊരു ചോദ്യം ചോദിച്ചില്ലേ, അതിനി മറുപടി പറഞ്ഞില്ല. ഞാൻ മോശമാണെന്ന് പറഞ്ഞല്ലോ, അതല്ലേ? എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ എന്താ ചെയ്തത്? നല്ലോണം ജീവിക്കേണ്ട ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ. എനിക്ക് മനസ്സിലായില്ലല്ലോ ജ്യോതി. വെറുതെ അഭിനയിക്കേണ്ട ചേച്ചി, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന മോള് നന്നായിരിക്കണം, ആ കുടുംബത്തെ നന്നായി നോക്കണം, നല്ല പേര് വാങ്ങിത്തരണമെന്ന് വിചാരിക്കുന്നവരാണ് നല്ല അമ്മ. പക്ഷെ നിങ്ങളെങ്ങനെയാ പെരുമാറുന്നത്? വേണ്ടാത്ത ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. മീനാക്ഷി ചേച്ചി, സുധയുടെ അമ്മായിയമ്മ നല്ലവരല്ലെങ്കിലും നിങ്ങൾ നല്ല ഉപദേശമല്ലേ കൊടുക്കേണ്ടത്? ഇന്ന് പല കുടുംബങ്ങളും തകർന്നു പോകാൻ കാരണം ഈ അമ്മമാരുടെ തെറ്റായ ഉപദേശങ്ങളാ. അമ്മായിയമ്മ ശരിയല്ല, നാത്തൂൻ നല്ലവളല്ല, അമ്മായിയപ്പൻ പോരാ, നമുക്ക് മാറി താമസിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് കുടുംബത്തെ തന്നെ നശിപ്പിക്കുക. നിങ്ങളും അതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നേ? സുധയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക് ചേച്ചി. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിച്ചും സഹിച്ചും പോകാൻ പറയേ. അതൊന്നും ചെയ്യില്ല. വീട്ടിലേക്ക് വന്നേക്ക് അവരോട് വഴക്കുണ്ടാക്കുന്ന വേണ്ടാത്തതൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കുന്നേ. നിങ്ങളുടെ വാക്കുകൾ ആളി കത്തുന്ന തീ അണയ്ക്കുന്നത് പോലെ ആയിരിക്കണം, അല്ലാതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആവരുത്. നിങ്ങളുടെ മോള് ജീവിതം കളഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാ അത് നിങ്ങൾക്ക് കുഴപ്പമില്ലേ? ഒന്ന് പറയട്ടെ, അവരുടെ ജീവിതത്തില് നിങ്ങൾ ഇടപെടുന്നത് തന്നെ തെറ്റാ. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നത് അതിനേക്കാളും വലിയ തെറ്റ്. ഭർത്താവിനെ അമ്മയിൽ നിന്നും വേർപിരിക്കുന്നതും വളരെ വലിയ തെറ്റാ ചേച്ചി. ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്റെ ബസ് വന്നു, ഞാൻ പോട്ടെ. ചെല്ല് ചെല്ല്, ഞാനും അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. ജ്യോതി ചേച്ചി നാടകം കണ്ടില്ലേ? കുടുംബങ്ങളിൽ അമ്മയുടെ തെറ്റായ ഉപദേശങ്ങൾ കാരണം എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? അടുത്തതായി സഹോദരി അനിത ഭാനു അവർകൾ നിങ്ങളുമായി കർത്താവിന്റെ വചനങ്ങൾ പങ്കുവച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ്. ശ്രദ്ധയോടെ കർത്താവിന്റെ വാക്കുകൾ കേൾക്കുക, നിങ്ങളും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹാശംസകൾ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ നല്ല വീടെന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പരിപാടിയിലൂടെ അനേകം കുടുംബങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നുണ്ട്, അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. ഞങ്ങളത് അറിഞ്ഞ് നിങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം അമ്മയുടെ തെറ്റായ ഉപദേശം എന്ന തലക്കെട്ടിലാണ് നാം ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ശരിക്കും പല കുടുംബങ്ങളിലും ഇന്ന് ധാരാളം പേരുടെ ജീവിതം ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങൾ നൽകുന്നത് കാരണം എത്രയോ കുടുംബങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. അമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് നിങ്ങളുടെ പെൺമക്കൾ ഭർത്താവിനോടൊത്ത് ജീവിക്കാതിരിക്കാൻ കാരണം എന്താണെന്നോ? നിങ്ങളുടെ തെറ്റായ ഉപദേശമാണ്. ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ശരിയായ ഒരു ഉപദേശം നൽകി അവരെ മുന്നോട്ട് വഴി നയിക്കുന്നതാണ് നിങ്ങളുടെ കടമ. ഇന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ മകൾ ഭർത്താവിനോടൊത്ത് ജീവിക്കാതെ വരുന്നു എന്ന് വെച്ചാൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് അത് ഊതിപ്പെരുപ്പിച്ച് അത് വലുതായി ആ കുടുംബം തകർന്നു പോകാൻ എന്തൊക്കെ സംഭവിക്കണോ അതിനെ നമ്മൾ അന്വേഷിക്കുന്നു എന്നല്ലാതെ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകി അവർക്ക് നല്ല ജീവിതം നൽകണമെന്ന ഉദ്ദേശം
പലർക്കും ഇന്നില്ലാത്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ആലോചിച്ചു നോക്കൂ, ഇന്ന് നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ? നിങ്ങൾ ഭർത്താവിനോട് ഒത്തു ജീവിക്കാനുള്ള ശരിയായ ഉപദേശം നൽകി വഴി തുറന്നു കൊടുക്കണം. അതാണ് പേരൻസിന്റെ കടമ, ഒരമ്മയുടെ കടമ, ഒരു അപ്പന്റെ കടമ. ഇന്ന് നല്ല ഉപദേശങ്ങൾ നൽകാത്തതുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു പ്രായത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായി പല പെൺകുട്ടികളുടെയും ജീവിതം ഒരു ചോദ്യചിഹ്നമായി തീർന്നിരിക്കുന്നത്. അതായത്, ഒരു സഹോദരൻ ഒരു ദിവസം ഉപദേശത്തിനായി പ്രാർത്ഥനയ്ക്കായി എന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമുണ്ട്. അതുവരെ ആ കുഞ്ഞിനോടൊപ്പം കുടുംബജീവിതം നന്നായി പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു ദിവസം ആ സഹോദരി തന്റെ ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പലതവണ ഭർത്താവ് താക്കീത് നൽകി. ആ പെൺകുട്ടി അനുസരിച്ചേയില്ല. പിന്നെ ഒരു ദിവസം വല്ലാതെ ദേഷ്യം വന്ന് ഭാര്യയോട് അദ്ദേഹം കയർത്തു എന്ന്. ഉടനെ ആ ഭാര്യ എന്ത് ചെയ്തെന്നോ, കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തുണിയുമൊക്കെ എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി എന്ന്. അപ്പോൾ ഈ ഭർത്താവിന് വല്ലാത്ത വിഷമമായി. തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും പിരിഞ്ഞ് താമസിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തെന്നോ, അവളുടെ വീട്ടിലേക്ക് പോയി അവളോട് സോറി പറഞ്ഞിട്ട്, നീ വീട്ടിലേക്ക് വാ, എന്റെ കൂടെ ജീവിക്കണം. ഞാൻ അങ്ങനെ എന്താ പറഞ്ഞത്? നല്ല കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ നിന്നെ വഴക്ക് പറയുന്നത് തെറ്റാണോ? ഞാൻ നിന്റെ ഭർത്താവല്ലേ, നീ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് എത്രയോ പറഞ്ഞു നോക്കി. സോറി ചോദിച്ചു അമ്മായിയമ്മയോടും അതുപോലെ അമ്മായി അപ്പനോടും എത്രയോ അപേക്ഷിച്ചു നോക്കിയെന്ന്. പക്ഷെ അവരുടെ മകളെ അയക്കാൻ അവർ സമ്മതിച്ചില്ല. അതുപോലെ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു ദിവസം വന്നു, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. എന്റെ ഭാര്യയെ പിരിഞ്ഞ് എന്റെ കുഞ്ഞിനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ആ ഭർത്താവിന് ഭാര്യയുടെ വെറുപ്പും അവളോടൊപ്പം ജീവിക്കേണ്ട എന്നും ഉണ്ടായിരുന്നെങ്കിൽ വഴക്ക് പറയില്ലായിരുന്നു. ഭാര്യയല്ലേ, വഴക്ക് പറയാനും അധികാരമുണ്ട്, സ്നേഹം ചെലുത്താനും അധികാരമുണ്ട്. അത് അവരുടെ കുടുംബമാണ്. നിങ്ങൾ പേരൻസ് ആ മകളെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ ഭർത്താവിന്റെ കൂടെ അയച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ആ മക്കൾ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അദ്ദേഹം പറയുകയാണ്, എന്റെ ഭാര്യ നല്ലവളാണ്, പക്ഷെ അവൾ ഒരു തെറ്റ് മാത്രം ചെയ്തു, അതുകൊണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. എന്റെ വീട്ടിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല, എന്റെ ഭാര്യയെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഉപദേശം നൽകി പറഞ്ഞയച്ചു. ഈ കാലത്ത് ധാരാളം കുടുംബങ്ങൾ ഇങ്ങനെയാണ്. ധാരാളം സഹോദരന്മാർ പറയുന്ന കാര്യം, സഹോദരിമാർ പറയുന്ന കാര്യം എന്താണെന്നാൽ, എന്റെ ഭാര്യ നല്ലവളാണ്, പക്ഷെ അവരുടെ വീട്ടുകാരാണ് വന്ന് വിളിച്ചുകൊണ്ടു പോകുന്നത് എന്ന് പറയാറുണ്ട്. അവർക്ക് ഉപദേശം നൽകി അവരെ നല്ല ജീവിതത്തിലേക്ക് വഴി നയിക്കണം. വേദപുസ്തകത്തിൽ നോക്കൂ, ഇങ്ങനെ ഒരു വചനമുണ്ട്. സദൃശവാക്യം 11-ാം അധ്യായത്തിലെ 14-ാം വചനം വായിക്കൂ. പരിപാലനമില്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. പരിപാലനമില്ലാത്തയിടത്ത് ജനങ്ങൾ അധോഗതി പ്രാപിക്കുമെന്ന്. അപ്പോൾ ശരിക്കും അവരെ പരിപാലിക്കുകയാണെങ്കിൽ, ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്താൽ, അവരെ വഴി നയിച്ചാൽ അവിടെ ഒരു ശുഭമുണ്ടാകും, ഒരു ജീവിതമുണ്ടാകും, ഒരു വിത്ത് മുളയ്ക്കും. നമ്മൾ ശരിക്കും ഗൈഡ് ചെയ്യാത്തതുകൊണ്ടാണ്, ശരിക്കും അവരെ പരിപാലിക്കാത്തതുകൊണ്ടാണ് അവരുടെ ജീവിതം അന്യാധീനപ്പെട്ടു പോകുന്നത്, നശിച്ചു പോകുന്നത്. അതേപോലെ തന്നെ ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു എന്ന് സദൃശവാക്യം 20-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിയും. മക്കൾ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് വന്നാൽ അവർക്ക് ശരിയായ ഉപദേശം നൽകി അവർക്ക് ജീവിക്കാൻ എന്താണോ വഴിയുള്ളത് അതാണ് അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ല, നീ ഭർത്താവിന്റെ വീട്ടിൽ അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഭർത്താവിനോട് ഇങ്ങനെ ചോദിക്കുക, അമ്മായിയമ്മയോട് അങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ചോദിക്കുക, ഇങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങൾ അവർക്ക് നൽകാനേ പാടില്ല. മക്കളുടെ ജീവിതത്തിന് എന്താണൊരു വഴി അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ അവരോട് ഇത് ചോദിക്കുക, അത് ചോദിക്കുക, ഇങ്ങനെ പറയാ, അങ്ങനെ പറയാ, ഇങ്ങനെയൊന്നും തന്നെ അമ്മമാര് പറഞ്ഞു കൊടുക്കരുത്. ഇതാണ് പല പെൺമക്കളുടെയും ജീവിതം നശിച്ചു പോകാൻ കാരണമാകുന്നത്. അതേപോലെ തന്നെ ഉപദേശങ്ങൾ നൽകുമ്പോഴാണ് ജയമുണ്ടാകുന്നത് എന്ന് പറയുന്നു. പറയുന്ന ആ ഉപദേശം ജയം കിട്ടുന്ന രീതിയിലായിരിക്കണം, നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയായിരിക്കണം. മക്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപദേശം നൽകണം. ചുമതലയുണ്ട്. വിവാഹം കഴിച്ചു കൊടുത്താൽ മാത്രം പോരാ, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപദേശങ്ങൾ മാതാപിതാക്കൾ തന്നെ കൊടുക്കണം. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളില്ലേ, നിങ്ങളുടെ വീട്ടിൽ പോരാട്ടങ്ങളില്ലേ, ആവശ്യങ്ങളില്ലേ? ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളുടെ മകൾ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പ്രശ്നം വന്നിട്ട് ഓടി വരുമ്പോൾ അവളെ ഇവിടെ താമസിപ്പിച്ചാലോ? അതെന്ത് ന്യായമാണ്? അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മക്കളുടെ ജീവിതത്തിന് എന്ത് വഴിയുണ്ടോ അതാണ് അമ്മമാർ ചെയ്യേണ്ടത്. അതാണ് വേദപുസ്തകവും നമ്മെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഉപദേശം ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. അത് ശരിയായ വിധത്തിൽ ശരിയായ സമയത്ത് അത് പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് അത് പ്രയോജനപ്രദമായിരിക്കും. അതുപോലെ വേദപുസ്തകത്തിൽ, അതായത് നമ്മുടെ കർത്താവ് ആരാണ്, നമ്മുടെ കർത്താവിന് വേദപുസ്തകത്തിൽ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്.
അതായത് യെശയ്യാവ് 9 അധ്യായം 6 വചനം നോക്കൂ. അവനെ സമാധാന പ്രഭു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവന്റെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടോ? ആരോട് ചോദിക്കണം? ആരാണ് ഉപദേശം നൽകുക? ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ നല്ല ഒരു ഉപദേശകനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 28 അധ്യായത്തിലെ 29 വചനം വായിക്കൂ. അവൻ ആലോചനയിൽ അതിശയമുള്ളവനാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കർത്താവിന് അനേകം നാമങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഒന്നാണ് അവൻ ആലോചനയിൽ അതിശയമുള്ളവനാണ്. അവനൊരു ഉപദേശം നൽകിയാൽ, അവൻ നമ്മുടെ ജീവിതത്തെ വഴി നയിച്ചാൽ തെറ്റായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയേയില്ല. നമ്മുടെ കുടുംബത്തിൽ വേർപിരിവുണ്ടാവില്ല. നമ്മൾ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കരുതലുള്ള ദൈവമാണ്. അവൻ ശരിയായ ഉപദേശം നൽകി നമ്മെ വഴി നയിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കൂടെ തന്നെയുള്ള ദൈവമാണ്. നമ്മുടെ വലതുവശത്തും ഇടതുവശത്തും ചായുമ്പോഴും ഇതാണ് വഴി, ഇതിലൂടെ സഞ്ചരിക്കുവിൻ എന്ന് പറഞ്ഞ് വഴി നയിക്കുന്ന നല്ല ഒരു പിതാവാണ് കർത്താവായ യേശു നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവനോടാണ് നമ്മൾ ആദ്യം ചെന്ന് ഉപദേശം ചോദിക്കേണ്ടത്. അവൻ ഉപദേഷ്ടാവായി നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ എന്ത് തീരുമാനിക്കണം, എങ്ങനെ തീരുമാനം എടുക്കണം, നമുക്ക് തീരുമാനമെടുക്കാൻ അറിയുന്നില്ല, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്, എന്തു ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല. കർത്താവിങ്കിലേക്ക് പോകണം. കർത്താവ് നമുക്ക് ഉപദേശം നൽകും. അവൻ ആലോചനയിൽ അതിശയമായവനാണെന്ന് പറയുന്നു. ഒരു മനുഷ്യനെ വഴി നയിക്കുന്ന ദൈവമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്രയോ പേരുടെ ജീവിതം, എത്രയോ ചെറുപ്പക്കാരുണ്ട്, അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു? കൂട്ടുകാരോടൊപ്പം ചേർന്ന് ജീവിതം തെറ്റായ വഴിയിൽ പോയി നശിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കൊച്ചുകുട്ടികൾ പോലും ഇന്ന് വഴിതെറ്റിപ്പോകുന്നുണ്ട്. ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ അവർ വഴിതെറ്റിപ്പോകുന്ന പതിവുണ്ട്. അവരങ്ങനെ ഒരു തെറ്റായ പാതയിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ, കൂട്ടുകാരുടെ ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളർന്നു വലുതാവേണ്ട പ്രായത്തിൽ മക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആ കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ കൊടുക്കുന്ന ഉപദേശം കേട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാതെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെ അവളെ താമസിപ്പിക്കുകയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. കർത്താവിങ്കിൽ ചെന്ന് ഉപദേശം ചോദിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് ശരിയായ ഉപദേശം തരികയില്ലേ? അമ്മമാർ കർത്താവിങ്കിലേക്ക് ചെന്ന് തങ്ങളുടെ പെൺമക്കൾക്കായി ഉപദേശം അന്വേഷിച്ച് വഴി തുറന്നു കൊടുക്കുക. അതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഇന്ന് നിങ്ങളുടെ മകൾ ജീവിതം നഷ്ടപ്പെട്ട് നിങ്ങളുടെ അടുത്തെത്തിയോ? അതിന് കാരണം ആരാണെന്ന് ആലോചിച്ചു നോക്കുവിൻ. തെറ്റായ ഗൈഡൻസ് കൊടുക്കുന്നത് കൊണ്ടാണ്. ജീവിക്കാൻ വേണ്ടിയല്ലേ വിവാഹം കഴിച്ചു കൊടുത്തത്? ഞാൻ കണ്ടതാണ്. ആ മകൻ ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ ഭാര്യ എനിക്ക് വേണം, എന്റെ മക്കളെ എനിക്ക് വേണം. ഇതുപോലെ ഇന്ന് ധാരാളം പേർ കണ്ണുനീരൊഴുക്കുന്നുണ്ട്. ധാരാളം പേർ കണ്ണുനീരോടുകൂടി നിൽക്കുകയാണ് ജീവിക്കേണ്ട പ്രായത്തിൽ. ജീവിക്കാതെ എത്ര നാളത്തേക്കാണ് ഒറ്റയ്ക്ക് താമസിക്കുക? ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ ആ മകനും അത് പ്രശ്നമാണ്, ആ മകൾക്കും അത് പ്രശ്നമാണ്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്ത് അത് ഉപേക്ഷിച്ച് ശരിയായ ഒരു നല്ല കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു നല്ല ജീവിതത്തിന് കർത്താവ് നമുക്ക് വഴി തുറന്നു തരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്ത വണ്ണം എല്ലാരും നന്നായി ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കർത്താവിങ്കൽ ചെന്ന ഉപദേശം ചോദിച്ച് നാം പ്രാർത്ഥിച്ചു മുന്നേറുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറും. ഇന്ന് അതിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. ധാരാളം കുടുംബങ്ങൾ വേർപിരിഞ്ഞിരിക്കുകയല്ലേ? നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് അപേക്ഷിക്കാം. ഉപദേശം നൽകുന്ന കർത്താവ്, ആലോചന കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്ന ഉപദേശങ്ങൾ നൽകാൻ സർവശക്തനാണ്. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരായിരുന്നാലും ശരി, ഇപ്പോൾ കണ്ണുകൾ അടച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു യേശുവേ, അങ്ങയ്ക്ക് സ്തോത്രമർപ്പിക്കുന്നു. ഇന്ന് അങ്ങയുടെ മുൻപാകെ അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവേ. എത്രയോ കുടുംബങ്ങളുണ്ട് യേശുവേ, എത്രയോ മക്കളുടെ ജീവിതം. എന്റെ ഭാവി എന്താണ്? ഞാൻ ഒറ്റയ്ക്ക് എത്ര കാലമാണ് ഇങ്ങനെ ജീവിക്കുക? എന്റെ പേരൻസിനോടൊപ്പം ഞാൻ എത്ര കാലമെന്ന് വെച്ചാണ് ഈ കുഞ്ഞിനോടൊപ്പം ജീവിക്കുക? എന്റെ ഭാവി തന്നെ ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണല്ലോ. ഇങ്ങനെ കരയുന്ന എത്രയോ മക്കളുണ്ട് യേശുവേ. തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയോടുകൂടി കണ്ണുനീരോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മക്കൾ ചീത്ത കൂട്ടുകെട്ട് മൂലം അവരുടെ ഉപദേശം കേട്ട് ഭാവിയെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും ഒരു ചോദ്യം അവശേഷിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കൊരു നല്ല ഉപദേശം നൽകണേ യേശുവേ. കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു. അമ്മമാർ ഈ മക്കൾക്ക് നല്ല ഒരു ഉപദേശം നൽകണം യേശുവേ. മക്കൾക്ക് ആവശ്യമുള്ള നല്ല ഉപദേശം നൽകാൻ അങ്ങ് ഇവരെ അനുഗ്രഹിക്കണേ. കർത്താവെ, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതിനായി കർത്താവ് ഈ മക്കൾക്ക് അനുഗ്രഹം ചെയ്യുമാറാകണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം. നല്ല മാറ്റങ്ങൾ ഈ കുടുംബത്തിൽ അങ്ങ് ഉണ്ടാക്കാൻ പോകുന്നതിനായി നന്ദി അർപ്പിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവர்களுം മറ്റ് ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.